PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി അത് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമേജ് ചെറുതല്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ CPI വലിയ ഉടക്കുണ്ടാക്കിയിരുന്നു. കാരണം PM ശ്രീയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ മന്ത്രിസഭയിലെ മന്ത്രിമാരെയോ ഒന്നും അറിയിക്കാതെയാണ് CPM പോയി ഒപ്പിട്ടത് എന്നുള്ളതൊരു വാസ്തവമാണ്. അത് കാണിച്ചത് ഒരു മര്യാദയായില്ല എന്നുള്ളത് കൂടി ഉറപ്പാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഇവർ പിൻവാങ്ങുമോ എന്നൊക്കെ പറയുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ CPIയുടെ വാശിക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഇത് കെപ്റ്റ് ഇൻ അബയൻസ്, അതായത് പിന്നീട് താൽക്കാലികമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നടപ്പാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുത്തതുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി ഒപ്പിട്ട് അത് നടപ്പാക്കിയെന്ന് വെച്ച് യാതൊരു കുഴപ്പമില്ല. ഏതാണ്ട് 300-ലധികം സ്കൂളുകൾക്ക് ഒരു 10-200 കോടി രൂപ 250 കോടി രൂപ ഗവൺമെൻറ് തരുന്നൊരു പരിപാടിയാണ്. ഏതാണ്ട് 1 കോടി ചില്ലറ രൂപ ഓരോ സ്കൂളിലും തരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഒപ്പിടാത്തതുകൊണ്ട് സർവശിക്ഷ അഭിയാൻ പോലെയുള്ള നിരവധി കാര്യങ്ങളിലെ ആയിരത്തിലധികം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒപ്പിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ പണം കൂടി തരൂ എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇത് ഒപ്പിട്ടു എന്നുള്ളതുകൊണ്ടൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇത് ഒപ്പിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതിനനുസൃതമായി നിങ്ങളുടെ വിദ്യാഭ്യാസം തീരുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിന് തത്വത്തിൽ ഈ പറയുന്ന ഇതൊരു സാഫ്രണൈസേഷനാണ്, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണമാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ നിലപാട്. കോൺഗ്രസിന് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. കാരണം കോൺഗ്രസിൻ്റെ അശോക് ഗെഹ്ലോട്ട് ഈ പരിപാടി 2022-23 തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി പോയി ഒപ്പിട്ട്. കാരണം കോൺഗ്രസിന് നിലപാടൊന്നും ചോദിക്കാനില്ല. ഗെഹ്ലോട്ടിന് തോന്നി, ഗെഹ്ലോട്ട് പോയി ഒപ്പിട്ട്, ബാക്കി തെലങ്കാനയിൽ ഒപ്പിട്ട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒപ്പിട്ടേക്കാണ്. ആകെ ഒപ്പിടാത്തപ്പോൾ തമിഴ്നാട് കേരളമൊക്കെ മാത്രമേ ഉള്ളൂ. കേരളവുമാണെങ്കിൽ ഒപ്പിട്ട്, പക്ഷേ ഒപ്പിട്ടതിന് ശേഷം കേരളം എന്ത് ചെയ്തു, ഇതുപോലൊരു കാര്യം അറിയിച്ചു അവരെ. അപ്പോൾ അറിയിച്ചപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലായി. കാരണം കോടതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുത്തതിലും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ചിലപ്പോൾ കേരളം നടപ്പാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്നവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടപ്പാക്കുമെന്നാണ് അറിയിച്ചേക്കുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് റദ്ദാക്കും എന്ന് പറയാത്തത് എന്താണ് എന്നാണ് ചോദിക്കാത്തത്. റദ്ദാക്കുമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ MOU ആണ്. ആ MOU വളരെ മര്യാദക്ക് നമ്മളൊരു സബ് കമ്മിറ്റി വെച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റാറ്റസ്കോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലാതെ ഇതിൽ വലിയ തലപോണ കേസൊന്നുമില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ 2027 ഈ പരിപാടി തീരും. കാരണം 2023 മുതൽ 2027 വരെ ഉള്ളൂ. 2027 വരുമ്പോഴേക്ക് പരിപാടി തീരും. പിന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ 10-200 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കൂളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ പേരും പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് മറ്റു പല പണവും ഒക്കെ പിടിച്ചു വെക്കുന്നതാണ്. അത് അവർ കാണിക്കുന്ന മര്യാദകേടാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ നല്ലതാണ്, അത് നടപ്പാക്കേണ്ടതാണെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ PM ശ്രീയൊക്കെ നടപ്പാക്കിയതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രതിപക്ഷത്തായിരുന്ന നമ്മുടെ പോക്കി മുഖ്യൻ സതീശനൊക്കെ അന്ന് പ്രതിപക്ഷത്തായിരുന്നു. അപ്പോൾ അദ്ദേഹവും KM ഷാജിയൊക്കെ അങ്ങോട്ട് ചാടി എണീക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അടുത്തവണ ഞങ്ങൾ അധികാരത്തിൽ വരാനുള്ളതാണെന്നൊന്നും പാവം ആലോചിച്ചില്ല. കാരണം ആ സമയത്ത് ഇത് CPMനെ അടിക്കാനുള്ള ഒരു വടിയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, RSSും ഇവരുമായിട്ടൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് CPM ആയിട്ടെന്ന് പറഞ്ഞുറപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞത് ഞങ്ങൾ അത് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പണം മേടിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് ശരിയായില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സഹമുറിയൻ ഉടക്ക് ഇവരൊക്കെ ഒരുമിച്ച് പോയപ്പോൾ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അടുത്തൊരു തള്ളുകാരനാണല്ലോ KM ഷാജി. അപ്പോൾ KM ഷാജി മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. പുള്ളി ഒരു ആവേശക്കപ്പറ്റിക്കാരനാണ്. പുള്ളി മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി കുറച്ചുകൂടി ഒന്ന് തള്ളി മറിച്ചങ്ങാണ്. പുള്ളി പറഞ്ഞത് PM ശ്രീ പദ്ധതി ഞങ്ങൾ ചവറ്റുകൊട്ടയിലിടും എന്നാണ് പറഞ്ഞത് ആദ്യത്തെ സെൻറ്റൻസ്. ആ പ്രസംഗമൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. അപ്പോൾ ചവറ്റുകൊട്ടയിലിടുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തോന്നി ഇനി ചവറ്റുകൊട്ടയിലിടും. അതുകൊണ്ട് പുറത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്കാണ്ടിയൊക്കെ വല്ല മുളച്ച് വരുന്ന പോലെ, കശുമാങ്ങയുടെ അണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വല്ല മുളച്ച് വരുന്ന പോലെ ഇനി വല്ല മുളച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി അടുത്ത സ്റ്റേജിൽ ആ ഡയലോഗ് കൂടി മാറ്റി. പുള്ളി പറഞ്ഞു അതല്ല, ഞങ്ങൾ കൊണ്ട് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ അറബിക്കടലിൽ കളഞ്ഞാൽ എന്തായാലും PM ശ്രീ മുളക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി നേരെ അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴേക്ക് കഥയൊക്കെ മാറി. പുള്ളി പറഞ്ഞു വന്നത് പച്ചക്കള്ളം പുള്ളി തട്ടിവിടുകയാണ്. പുള്ളി ആദ്യം തന്നെ പറയുന്നത് ഇത് അവരൊപ്പിട്ട് പോയി, അതുകൊണ്ട് നടപ്പാക്കേണ്ടി വരുമെന്നാണ്. ഇനി ഇത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു പ്രഡിക്ഷൻ കറക്റ്റായിരുന്നു.
ഞാൻ നേരത്തെ തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്, PM ശ്രീ പദ്ധതി നടപ്പാക്കും, VD സതീശനും മുസ്ലിം ലീഗും ഒക്കെ നടപ്പാക്കും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായി. കാരണം എന്താ വെച്ചാൽ ഇവരെക്കുറിച്ച് നമുക്കറിയാമല്ലോ, ആദ്യം പുറത്തു നിന്നൊരു തള്ളു പറയും, അകത്തേക്ക് വരുമ്പോൾ വേറെ തള്ളു പറയും. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഒപ്പിട്ട് പോയി എന്നാണ്. ഒപ്പിട്ട് പോയതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇത് 2023 തുടങ്ങിയ പദ്ധതിയാണ്. ഇനി 27 എത്തുമ്പോൾ തീരും. ഒരു കൊല്ലം കൂടി ഇതേ സ്റ്റാറ്റസ് കോ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും അവർക്ക് പരിപാടി നടത്താൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അറിയത് നടത്താൻ പറ്റില്ലെന്ന്. കാരണം മുഖതാവിൽ നേരിട്ട് കണ്ട് കേരളം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ N വാസുകിയുടെ ലെറ്ററും അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്ററിൽ എന്തുകൊണ്ട് റദ്ദാക്കില്ല? അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു മര്യാദക്ക് ഇത് എഴുതിയാലും മതി. കൃത്യമായിട്ട് വരല്ല, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഇത് വരവിപ്പിച്ചിരിക്കുന്നു, പിന്നെ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? അതുമാത്രമല്ല, MOU ആണ്, ഇത് ഒപ്പിട്ട് നിങ്ങൾ നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ കോടതി പോയിട്ട് നഷ്ടപരിഹാരമായിട്ട് മേടിക്കാൻ പറ്റും. അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ള സംഭവം. പക്ഷേ പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ പുള്ളി പറഞ്ഞൊരു കള്ളം എന്താ വെച്ചാൽ, ഇനി ഞങ്ങളിത് തുടരാൻ നിർബന്ധിതരായിപ്പോയി എന്നാണ്. എൻ്റെ പൊന്ന് സതീശ, ഇവിടെയുള്ള എല്ലാവരും മണ്ടന്മാരാണ് നിങ്ങൾ വിചാരിക്കല്ലേ. അങ്ങനെ പ്ലീസ് വിചാരിക്കല്ലേ. എനിക്ക് അത്രയോ നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് ഒപ്പിട്ട് ചെയ്ത് എന്നുള്ളതും ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള സ്റ്റാറ്റസ് കോ കെപ്റ്റിൻ അബയൻസ് ആണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇനി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രഹസ്യമായിട്ട് കത്തെഴുതണം. കത്തെഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ മുസ്ലിം ലീഗിനൊക്കെ വലിയ സമ്മർദ്ദമുണ്ട്, സമസ്തയൊക്കെ തന്നെ ഉടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കണ്ടറിയണം. പക്ഷെ നടത്തണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. ഇപ്പോൾ ആദ്യത്തെ നുണ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ നുണ. അതായത് VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നുണ പറയുക എന്ന് പറയുന്ന ഒരു ഹോബിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തോട് അടുത്ത കള്ളം അദ്ദേഹം പറയുന്നത്, കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൃതി വരുത്തിക്കാട് എന്നോട് ചൂടാവുമെന്നറിയില്ല. കാരണം കള്ളം എന്ന് പറയരുത്, പകരം അസത്യം എന്ന് പറയണമെന്ന് പറഞ്ഞു. സതീശൻ പറയുമ്പോൾ പിണറായിയാണ് പറയണമെങ്കിൽ കള്ളം എന്ന് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ VD സതീശൻ പറയുന്ന അടുത്ത വാചകം, ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കേരളം ഒരു കത്ത് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കത്തില്ല എന്നാണ് പറയുന്നത്. ഇനി പുള്ളി വന്നിട്ട് പറയാൻ പോണോ ന്യായീകരണവും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. റദ്ദാക്കി എന്ന് പറഞ്ഞൊരു കത്തില്ലെന്ന് പുള്ളി പറയും. അപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും വായില്ല നാക്കൂല്ലായിരുന്നു, അവരൊക്കെ മിണ്ടാതിരുന്നു. കത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി വളരെ അടുത്ത പറയണത്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംഭാഷണമില്ല, അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു, ഇനി വേറെ എന്തെങ്കിലും ചോദിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കൈരളിയുടെയൊക്കെ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ പുള്ളി ചൂടാകുണ്ടായിരുന്നു. നിങ്ങളെല്ലാ തവണയും വന്ന് നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ചോദ്യം അസുഖകരമാകുമ്പോൾ അങ്ങനെയാണല്ലോ. മൂന്നാമത്തത് ഞാൻ നോക്കുന്നത്, പുള്ളി ഇതുകൊണ്ട് നിർത്തും. ഈ 2 കള്ളങ്ങൾ ഒരു കോട്ട ടാർഗറ്റ് ഉണ്ടല്ലോ പുള്ളിയുടെ. അപ്പോൾ ഒരു ദിവസം 2 കള്ളം പറഞ്ഞാൽ അതുകൊണ്ട് നിർത്തുമെന്നാണ്. പക്ഷേ പുള്ളി ഇന്നലെ അതും ബ്രേക്ക് ചെയ്തു. പുള്ളി പറയുന്നത് മൂന്നാമത്തേത്, ഇത് ഒപ്പിട്ടിട്ട് PM ശ്രീയിലെ പണം മേടിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. PM ശ്രീയിലെ ഒരു പണവും ഈ കേരള ഗവൺമെൻറ് മേടിച്ചിട്ടില്ല സതീശ. താങ്കൾ മനസ്സിലാക്കൂ. പക്ഷേ പുകി സതീശൻ മേടിച്ചിട്ടില്ല. ആ മേടിക്കാനായിട്ട് പുള്ളി പറഞ്ഞാൽ 94 കോടി രൂപ. ആ 94 കോടി രൂപ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം മറ്റു കാര്യങ്ങളിൽ തരാനുള്ള പണമാണ്. അല്ലാതെ ഈ പറയുന്ന ഒരു പണം മേടിച്ചിട്ടില്ല. അപ്പോൾ മേടിക്കാത്ത പണം മേടിച്ചെന്ന് പറഞ്ഞ് ആളുകളെ പൊട്ടനാക്കല്ലേ. നേരത്തെ ഇതുപോലെ തന്നെ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞിരുന്നു. അതായത് അവിടെ അങ്ങനെ എൻട്രി ചെയ്ത് പോയി, ഇല്ലെങ്കിൽ പൊളിച്ചേനെ എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്തൊക്കെ വേഷം കിട്ടി, എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സതീശനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊന്നും കൊണ്ട് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ അഭ്യാസങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, MM മണി എന്ന് പറയുന്ന പുള്ളി, മുൻ മന്ത്രി, അദ്ദേഹം കന്യാകുമാരിയിൽ വരെ ഒന്ന് ചെന്ന് നോക്കി. ഇനി അറബിക്കടലിലൂടെ ഒഴുകി വരുന്ന PM ശ്രീയെ കാണാൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു. മാധ്യമപ്രവർത്തകരായിട്ടുള്ള ജേക്കബ് സാറും അതുപോലെ തന്നെ തിരകളുണ്ടെന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ പക്ഷേ കുറച്ചുകൂടി കടത്തി. ഞാൻ എന്ത് ചെയ്തു, കേരളത്തിൻ്റെ തീരങ്ങളിൽ ഇനി കണ്ടില്ലെങ്കിൽ വേറെ ഒരുപക്ഷെ ചെന്നൈയിൽ കാണാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ മറീന ബീച്ചിൽ നിൽക്കുന്നൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറീന ബീച്ചിൻ്റെ തിരകളിൽ എവിടെയെങ്കിലും PM ശ്രീ, അതായത് KM ഷാജിയൊക്ക അറബിക്കടലിൽ ഒഴുക്കിയിട്ടുള്ള PM ശ്രീ കാണുമോ എന്നറിയാനാണ് ഞാൻ ഇപ്പോൾ അവിടെ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ, അറബിക്കടലിൽ ഒഴുകി നടക്കുന്ന ഒരു PM ശ്രീയെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്.